കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംസ്ഥാനത്ത് പലയിടത്തും അതിശക്തമായ മഴ പെയ്തു. ഇടുക്കിയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. നെടുങ്കണ്ടം മേഖലയിൽ നിന്നുള്ള ആകാശ ദൃശ്യം ആദ്യം. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഇന്നലെ വൈകുന്നേരം മുതൽ ഉണ്ടായ മഴയിലാണ് വലിയ തോതിൽ വെള്ളപ്പാച്ചിലുണ്ടായത്. എവിടെയെങ്കിലും ഉരുൾപൊട്ടിയോ? ഇന്നത്തെ നില എന്താണ്? തുലാമഴയാണ്, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കനത്ത് പെയ്യുക. ഇപ്പോൾ സ്ഥിതിഗതികൾ എങ്ങനെയുണ്ട്? നിലവിൽ തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് ഈ പ്രദേശത്തൊട്ടാകെ തന്നെ ഉള്ളത്. പക്ഷേ ഇന്നലെ ഉച്ച കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയായിരുന്നു. ഉച്ച കഴിഞ്ഞൊരു വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് മഴ ആരംഭിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അസാധാരണമായ മഴയിലേക്ക് കടന്നു പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. ആളുകൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഇടുക്കിയുടെ മലയോര മേഖലയെ ഒട്ടാകെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മഴ ഇന്നലത്തെ രാത്രി മൊത്തം പെയ്തു മാറിയത്. ഇനി ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ 8 ഷട്ടറുകൾ തുറന്നുവിട്ടിരിക്കുകയാണ്. 75 സെൻറ്റിമീറ്റർ വീതമാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. സെക്കൻഡിൽ 3763 കനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. നെടുങ്കണ്ടം, അതുപോലെ തന്നെ കട്ടപ്പന, കുമളി, വണ്ടിപ്പെരിയാർ മേഖലകളിലൊക്കെ തന്നെ ഇന്നലെ രാത്രി മുതൽ മഴയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മുല്ലപ്പെരിയാറുമായിട്ട് ചേർന്ന് കിടക്കുന്ന വൃഷ്ടിപ്രദേശങ്ങളിലും ഇത്തരത്തിൽ മഴ പെയ്യുകയും വെള്ളം കുത്തിയൊലിച്ച് മുല്ലപ്പെരിയാറിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 70,000-ന് മുകളിൽ കനയടി വെള്ളമാണ് മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നത്. അതിനാൽ തന്നെ ഇന്നലെ രാത്രി തന്നെ ഡാം തുറക്കുമെന്നുള്ളൊരു അറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ രാവിലെ മഴ തോർന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടും അതുപോലെ തന്നെ മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടും 13 ഷട്ടറുകളും തുറക്കുക എന്നുള്ളത് ആദ്യം അത് മാറ്റിയായിരുന്നു. 3 ഷട്ടറുകൾ മാത്രമാക്കിയായിരുന്നു. പിന്നീട് വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 5 ഷട്ടറുകൾ കൂടെ തുറന്നാണ് ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന പെരിയാറ്റിലൂടെ ഇപ്പോൾ ഏകദേശം ഒരു 2 അടി മുതൽ 3 അടി വരെ വെള്ളം ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ വീട് പെരിയാറിനോട് ഇത്രയധികം ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രദേശത്തൊട്ടാകെ തന്നെ ആദ്യം വെള്ളം മുല്ലപ്പെരിയാർ തുറന്നു കഴിഞ്ഞാൽ ആദ്യം പെരിയാറ്റിലൂടെ ഒഴുകി എത്തുന്ന ജനവാസ മേഖലയാണ് വള്ളക്കടവ് എന്ന് പറയുന്നത്. വള്ളക്കടവിലെ ജനവാസ മേഖലകളിലൊക്കെ തന്നെ പെരിയാറ്റിനോട് ചേർന്നിരിക്കുന്ന വീടുകളാണ്, അല്ലെങ്കിൽ ആറിൻ്റെ തീരത്തുള്ള വീടുകളാണ്. വീടിൻ്റെ തീരത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ ഒരു രീതിയിലാണ് വെള്ളം നിൽക്കുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 3700 കനയടി വെള്ളം മാത്രമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയില്ല. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പ്രദേശവാസിയും അതേപോലെ തന്നെ നമ്മുടെ മാതൃഭൂമി പത്രത്തിൻ്റെ പ്രാദേശിക ലേഖനും വള്ളക്കടവ് സ്വദേശിയുമായ ഷാജി കുരിശുമൂട് നമ്മളോടൊപ്പം ചേരുകയാണ്. അതായത് ഈ പ്രദേശത്ത് ഒട്ടാകെ എല്ലാ വർഷവും ഇതുതന്നെയാണ് സാഹചര്യം. മുല്ലപ്പെരിയാർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം പോകുന്നൊരു സാഹചര്യം, ചെറുതായിട്ടൊരു മഴ പെയ്താൽ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രളയത്തെ അതിജീവിച്ച ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. 2018 പ്രളയത്തെ അതിജീവിച്ച അന്നെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും 13 ഷട്ടറും ഏതാണ്ട് 9,000 കനയടി വെള്ളമാണ് ഈ പുഴയിലൂടെ ഒഴുകിയത്. അന്ന് മിക്ക വീടുകളിലും വെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊക്കെ മാറിയ സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നു. അന്നത്തെ ആ പ്രളയത്തെ കണ്ട് ആൾക്കാർക്ക് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു ആ കാലത്തെ 3 ഷട്ടർ തുറന്നു. 3 ഷട്ടർ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. പക്ഷേ അതിനുശേഷം 5 ഷട്ടറും കൂടി ചേർത്ത് മൊത്തം 8 ഷട്ടർ തുറക്കുകയും ഏതാണ്ട് 75 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് വെള്ളം. ഇപ്പോൾ എന്താണ് 3000 ചില്ലാനും കനയടി വെള്ളം ഒഴുകുന്നുണ്ട്. ഒരു 5000-6000 ഒക്കെ കനയടി വെള്ളം പോയി കഴിഞ്ഞാൽ ആളുകളുടെ വീടുകളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി ഷട്ടറുകളുടെ അളവ് ഉയർത്തി വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയാൽ സ്വാഭാവികമായിട്ടും നല്ലൊരു ആശങ്കയ്ക്ക് വകയുണ്ട്. ഈ ഇവിടുത്തെ പഞ്ചായത്തും അധികൃതരും ഒക്കെ എങ്ങനെയുണ്ട്? ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? പഞ്ചായത്തിൻ്റെ ഭാഗത്ത് വെച്ചാൽ കാലത്തെ രാവിലെ ഒരു അനൗൺസ്മെൻറ്റ് പോകുന്നത് കേട്ടതല്ലാതെ മറ്റൊരു കാര്യങ്ങളും ചെയ്തതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകിയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാവിലെ അറിയിപ്പ് നൽകിയതോടൊപ്പം തന്നെ ജുമാ ഇന്ന് പള്ളിയിൽ മസ്ജിദുകളിൽ സുബൈ നമസ്കാരത്തിന് ശേഷം ഈ ഒരു അറിയിപ്പ് ഉച്ചഭാഷണിയിലൂടെ ജനങ്ങൾക്ക് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന് മുകളിൽ ഒരുപക്ഷെ വെള്ളം ഒഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് ഇപ്പം മഴ മാറി നിൽക്കുകയാണ്, ഇനി ഒരുപക്ഷെ കൂടുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കോ അത്തരം സാഹചര്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആശങ്കകൾക്ക് വകയുണ്ട്. അതുപോലെ തന്നെ നിലവിൽ മഴയില്ല, പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ തുലാവർഷത്തിന്റെ ഒരു സാഹചര്യം. അതുകൊണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ മഴ പെയ്താൽ വീണ്ടും ഈ വെള്ളമൊഴുക്കുന്ന, അതായത് അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്ന് വെള്ളമൊഴുക്കുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ വെള്ളപ്പാച്ചിലിന്റെ രൂക്ഷത വളരെ വ്യക്തമാണ്.